പ്രോഡിസി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് AI ബേസ്ഡ് ആയിട്ടുള്ള നിരവധി ഓൺലൈൻ ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള പല ബാക്ക്ഗ്രൗണ്ട് റിമൂവിംഗ് ടൂളുകൾക്ക് ഇന്ന് ഒരുപാട് ലിമിറ്റുകളുണ്ട്. ഇങ്ങനെയുള്ള ചില സൈറ്റുകളിൽ നമുക്കൊരു നിശ്ചിത എണ്ണം ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ റിമൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അതല്ല നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡൗൺലോഡിംഗ് ഫെസിലിറ്റി തരുന്ന സൈറ്റുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ വളരെയധികം കംപ്രസ് ചെയ്തിട്ട് ക്ലാരിറ്റി കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക. നിലവിലുള്ള മിക്ക ബാക്ക്ഗ്രൗണ്ട് റിമൂവിംഗ് ടൂളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പരിമിതികളുണ്ട്. ഇത്തരത്തിലുള്ള പരിമിതികളൊന്നും ഇല്ലാതെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈറ്റുകളുടെയൊക്കെ പെയ്ഡ് വേർഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇത്തരം പരിമിതികളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒരുപോലെ യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടുകൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇനി കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതേ ഒരു മെത്തേഡൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം. നമ്മുടെ ഫോണിലോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ക്രോമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗസറോ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഗൂഗിൾ ക്രോമിൻ്റെ അഡ്രസ് ബാറിൽ ഈ ഒരു അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. iloveimg.com/remove-background. ഈ ഒരു അഡ്രസ്സ് ഞാനിവിടെ താഴെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. നമുക്കിവിടെ ഏറ്റവും മുകളിൽ iloveimg എന്നുള്ള സൈറ്റിൻ്റെ പേര് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് താഴെ സെലക്ട് ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ കഴിയും. ഈ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫയലിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു ഫയൽ ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഒന്ന് റിമൂവ് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഫോട്ടോയിലൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഫോട്ടോ ആഡ് ആയിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഏതാനും സെക്കൻഡുകൾ വെയിറ്റിങ്ങിന് ശേഷം ആ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇവിടെ റിമൂവ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ സൈസിലൊന്നും മാറ്റം വരാതെ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ താഴെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഫയൽ ഇവിടെ ഫയൽ ഡൗൺലോഡഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇൻ കേസ് അവിടെ ഡൗൺലോഡ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ഡൗൺലോഡ് ഫയൽ എന്നുള്ള ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എഗെയിൻ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കും. അവിടെ നമ്മൾ ഡൗൺലോഡ് എഗെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഒന്നുകൂടി ഡൗൺലോഡ് ആകും. ഇനി നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇവിടെ ഞാൻ ഈ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ നമുക്കിവിടെ ആ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇവിടെ കാണാൻ കഴിയും. നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയെ നമുക്ക് ക്യാൻവയിലോ ഫോട്ടോഷോപ്പിലോ അതല്ലെങ്കിൽ മറ്റുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഈസി ആയിട്ട് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഈ ഒരു സൈറ്റ് വഴി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ സെലക്ട് ഇമേജസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു അപ്ലോഡ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഇവിടെ കാണിക്കും. ദിസ് ഫയൽ ഈസ് എംപ്റ്റി എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുക. ഇങ്ങനെ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ സെലക്ട് ഇമേജിൽ ഞാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഗാലറി ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഫയൽ, ഈ ഒരു ഫോട്ടോ ആണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ ഫയൽ നെയിം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റിലൊരു 2 എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹൈഫൺ വന്നിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും നമ്മുടെ ആ ഒരു ഫയൽ നെയിമിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു എറർ മെസ്സേജ് ആണ് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫയൽ നെയിം ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഫയൽ നെയിം ഈ രീതിയിലേക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആൽഫബറ്റിക്കൽ ക്യാരക്ടേഴ്സോ അതല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്യാരക്ടേഴ്സോ മാത്രമായിട്ട് ആ ഒരു ഫയൽ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ എങ്ങനെ റീനെയിം ചെയ്യാന്നുള്ളത് കൂടി ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ ഒരു എറർ വന്നിട്ടുള്ള ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ അതല്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു മെനുവിൽ നമുക്ക് റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ചില ഫോണുകളിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ഫോട്ടോ ഗാലറിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധ്യതയില്ല. അങ്ങനെ നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറിയിൽ ഇങ്ങനെ റീനെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ ആപ്പിൻ്റെ പേര് എക്സ് ഗാലറി ഫോട്ടോ ഗാലറി ആപ്പ് എന്നാണ്. അതിൽ നമ്മൾ ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ
കഴിയും. ആ ഒരു റീനെയിം എന്നുള്ളതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമുള്ള ആ ഒരു ഫയൽ നെയിം കാണാൻ പറ്റും. അതൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഫയൽ നെയിം ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതിനെ നേരെ ആഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഫയൽ മാനേജർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫയലിൻ്റെ പേര് നമുക്ക് റീനെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂൾ കൂടി ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ടൂൾ ഇന്ന് പലർക്കും പരിചയമുള്ള ഒന്നായിരിക്കും. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം remove.bg എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സൈറ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കുന്നവരായിരിക്കും. ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ക്വാളിറ്റി കുറവാണെന്നാണ് പലരും പരാതി പറയുന്നത്. ഈ ഒരു സൈറ്റ് വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പരമാവധി നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഞാനിതിൽ പറഞ്ഞുതരാം. ഈ സൈറ്റിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ കാണുന്ന അപ്ലോഡ് ഇമേജ് എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ റിമൂവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രിവ്യൂ മാക്സിമം ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു മാക്സിമം ക്വാളിറ്റി എന്നുള്ളത് പെയ്ഡ് വേർഷൻ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല വൃത്തിയിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് നേരത്തെ നമ്മൾ റിമൂവ് ചെയ്തതിൻ്റെ അത്രയും ക്ലാരിറ്റി കാണുന്നില്ല. ഇങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഇമേജുകൾ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ സൈസിൽ വരെയൊക്കെ നമുക്ക് വലുതാക്കിയിട്ട് പ്രിന്റ് എടുക്കാൻ കഴിയുള്ളൂ. അതിലും കൂടുതൽ സൈസിൽ നമ്മൾ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോന്റെ ക്ലാരിറ്റി കുറവായിരിക്കും. ഇനി നമുക്ക് റിമൂവ് BG എന്ന ഈ ഒരു സൈറ്റ് വഴി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് കൂടി ഉണ്ട്. അതെന്താണെന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത ഏരിയ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഫോട്ടോ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത്. ഇതിന്റെ ബാക്കിയുള്ള ഏരിയ ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇത്രയും ഏരിയ നമ്മളൊന്ന് ക്രോപ്പ് ചെയ്ത് കളയാം. ആദ്യം ഞാനിതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്രോപ്പ് ചെയ്യുകയാണ്. അതിനായിട്ട് ഇവിടെ എഡിറ്റ് എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയ ഇങ്ങനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ പല ഫോണുകളിലും ആപ്ലിക്കേഷൻസിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മളതിനെ സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റിമൂവ് BG എന്ന സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ശേഷം ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു ഫോട്ടോക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തെടുത്തതിനേക്കാൾ കുറച്ചുകൂടി നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ 2 ടൂളുകളും ഇതിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിസൈനിങ്, പ്രിന്റിംഗ്, ക്രാഫ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് പ്രോ ഡിസൈൻ മലയാളം എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.